തിരുവനന്തപുരം പേട്ടയിലെ 2 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ 3-ാം ദിവസവും തെളിവ് കിട്ടാതെ പോലീസ്. ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ചുവെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. കുട്ടിയുടെ 3 ബന്ധുക്കൾ പോലീസ് നിരീക്ഷണത്തിലാണ്. കുട്ടിയുടെ മൊഴിയെടുപ്പ് ഇന്നും തുടരും. കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടുവെങ്കിലും തൽക്കാലം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയട്ടെ എന്ന നിലപാടിലാണ് പോലീസ്. അഞ്ജു ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. അഞ്ജു, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത കുടുംബത്തിന് തോന്നും. ആ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അന്വേഷണം ഏത് ദിശയിലാണിപ്പോൾ? നികേഷ, അന്വേഷണം ഇപ്പോഴും ഇരുട്ടിൽ തപ്പി തന്നെ തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബ്രഹ്മോസിന് തൊട്ടുപുറകിലായിട്ട് 1.5 കിലോമീറ്റർ മാറി റെയിൽവേ പാളത്തിന് തൊട്ടരികിലായിട്ട് ഈ കാട് മൂടി കെട്ടിട്ട് ഈ കുട്ടിയെ കിട്ടിയിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഈ സ്ഥലത്താണ് പോലീസ് ഡ്രോൺ പറത്തി എന്ന് പറയുന്നത്. ഈ കാട് മൂടിക്കെട്ടിയിട്ടുള്ള ഈ സ്ഥലത്തിന് തൊട്ട് താഴെയായിട്ട് ഈ കാണുന്ന 5 അടി താഴ്ചയിലുള്ള കുഴിയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഈ കുഴിയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിൽ ഒറ്റയ്ക്ക് എന്തായാലും കുട്ടിക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. നോക്കൂ, ഇവിടെ നിന്ന് വീഴാൽ തന്നെ പരിക്ക് പറ്റുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ കുട്ടി തനിയെ എന്തായാലും എത്തില്ലെന്നാണ് രക്ഷിതാക്കളും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല നികേഷ്, ഞങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ സമയത്ത് ഈ ട്രാക്ക് ക്ലീൻ ചെയ്യുന്ന കീൻമാൻമാരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് കുട്ടിയെ കാണാതായ ദിവസം അതായത് രാത്രി കാണാതായിരുന്നു. അന്ന് രാവിലെ 7 മണി തൊട്ട് ഇവിടെ ഈ ട്രാക്ക് വൃത്തിയാക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് ട്രാക്കിന്റെ അല്പം പണിയുള്ളതിനാൽ കുറച്ച് പുറകിലോട്ടായിട്ട് ആ ഭാഗത്തേക്കായിട്ട് കുറച്ച് പണി നടക്കുന്നതിനാൽ 7ഓളം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കം പണി നടക്കുകയായിരുന്നു അവിടെ. അതിനാൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വൈകുന്നേരം വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവരിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ ദിവസം രാത്രി 12-നും 1 മണിക്കും ഇടയിൽ കാണാതാവുന്നു. പുലർച്ചെ ഒരു 7 മണിയോടുകൂടി ഇവിടെ ട്രാക്ക് ക്ലീൻ ചെയ്യാൻ ആളുകൾ വരുന്നു. അവരാരും ഇത്തരത്തിലൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയോ ഇത്തരത്തിൽ ആളുകളെ കാണുകയോ ചെയ്തിട്ടില്ല. വൈകുന്നേരം വരെ ഇവിടെ പണി നടക്കുകയാണെങ്കിൽ ആരെയും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് ഇവിടെ കണ്ടിട്ടുമില്ല എന്നാണ് പറയുന്നത്. 2-3 ചെറുപ്പക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അത് തൊട്ടടുത്തുള്ള ഒരു വീട്ടമ്മയും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം പോലീസ് സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നു. ഇനി നോക്കൂ, ഇതിന് തൊട്ടടുത്ത് ഏകദേശം 50 മീറ്റർ ദൂരെ ഒരു കുളിക്കടവ് കാണാം. ഈ കടവിലാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളും ഒപ്പം തന്നെ കുട്ടിയും അടക്കം കുളിക്കാനും അലക്കാനുമായിട്ട് എത്തുന്നത്. ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ആ പരിസരത്ത് അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് കാണാം. ആ പരിസരത്തായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് മണപ്പിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അടക്കം CCTV ദൃശ്യങ്ങൾ അതിനപ്പുറത്ത് നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിസരത്ത് നിന്നാവാം വന്നതെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയൊന്നും നിന്നുള്ള CCTV ദൃശ്യങ്ങളിലും യാതൊരുവിധ സൂചനകളുമില്ല. പിന്നീട് പോലീസ് ഫോൺ ഉൾപ്പെടെ, അതായത് കുട്ടിയുടെ അച്ഛന്റെ ഫോൺ, ബന്ധുക്കളുടെ ഫോൺ, ഇതൊക്കെ പരിശോധിച്ചെങ്കിലും ആ ഫോൺ വിളികളിലൊന്നും അസ്വാഭാവികതയുള്ളതായിട്ട് പോലീസ് കാണുന്നില്ല. പിന്നീട് പോലീസ് ഇതിന് തൊട്ടടുത്തുള്ള ചാക്കയ്ക്ക് അടുത്തായിട്ടുള്ള 40ഓളം വീടുകളുടെ CCTV ദൃശ്യങ്ങളായിരുന്നു പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ല. പിന്നീട് ഈ കുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള 3 പേരെ പോലീസ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതാ കുട്ടിയെ കിട്ടി 3-ാം ദിവസമായിട്ടും അന്വേഷണം ഇവിടെ എങ്ങനെ കുട്ടി എത്തി എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. ഒരു തുമ്പും പോലീസിന്റെ പക്കലില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അഞ്ജു ജയപ്രകാശ്, ചിലപ്പോൾ തിരിച്ചെത്തും അഞ്ജുവിലേക്ക്. PR പ്രവീണയിലേക്ക് പോയതിന് ശേഷം, PR പ്രവീണ, കുട്ടിയുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ കുട്ടി സംസാരിക്കുന്നുണ്ടോ? കുട്ടി സംസാരിക്കും എന്നാണ് മാതാപിതാക്കൾ ആദ്യ ദിവസം പോലീസിനോട് പറഞ്ഞത്. കുട്ടിക്ക് ഇപ്പോൾ 2 ദിവസം പിന്നിടുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? 2 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസും ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് നൽകിയിരുന്നു. കാരണം കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഭയപ്പാടുണ്ടായിട്ടുണ്ടോ എന്നടക്കം ബോധ്യപ്പെടുത്താൻ വേണ്ടി. കുട്ടി സംസാരിക്കുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും അത്രയൊന്നും കാര്യമായി കുട്ടി സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. കുട്ടിക്ക് വിളർച്ച പ്രശ്നമുണ്ട്, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഒരുപക്ഷെ ഈ നാടോടി സംഘത്തിൻ്റെ കൂടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്നത് കൊണ്ടൊക്കെ ആകണം കുട്ടിക്ക്
വിളർച്ചയുടെ പ്രശ്നങ്ങളുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കുട്ടിക്ക് എടുത്തുകൊണ്ട് പോയത് ആരാണ്, ഒപ്പം ആരാണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികാഘാതം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ചികിത്സകളും മറ്റുമൊക്കെ നോക്കിയിരുന്നു. അതിനുശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടുകാരുടെ കൂടി ആവശ്യപ്രകാരം ഡിസ്ചാർജ് ചെയ്ത് വഞ്ചൂരിലേക്ക് മാറ്റിയത്. പോലീസിന്റെ സംരക്ഷണയിലാണ് കുട്ടിയുള്ളത് ഇപ്പോഴും. അതായത് DNA പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും കുട്ടിയെ അച്ഛനും അമ്മയ്ക്കൊപ്പം വിടണോ എന്നുള്ള കാര്യത്തിലടക്കം അന്തിമ തീരുമാനമെടുക്കുക. പ്രവീണ, ശിശുക്ഷേമ സമിതി ഇപ്പോൾ ഇവർ വീണ്ടും പോലീസ് വിട്ടയക്കുമ്പോൾ അവർ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് തട്ടിക്കൊണ്ടുപോയി എന്ന് പോലീസ് സംശയിക്കുന്ന ഒരു കുട്ടിയെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വിടുന്നതിൻ്റെ ഒരു സുരക്ഷിതത്വമില്ലായ്മ, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? കുട്ടിയുടെ രക്ഷിതാക്കൾ ആദ്യ ദിവസം തന്നെ കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റുന്നതിൽ താല്പര്യം അറിയിച്ചിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ പറഞ്ഞിരുന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയുടെ 3 സഹോദരങ്ങളെ ശിശുക്ഷേമ സമിതിയിലേക്ക് അന്ന് മാറ്റിയതും. പ്രായം കുറവായതുകൊണ്ട് തന്നെ കുട്ടികളെ അവിടെ നിർത്തുന്നതിൽ പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോകണമെന്നുള്ളതാണ്. 24 അംഗ സംഘമാണ് ഈ പലയിടങ്ങളിൽ വന്ന് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി ഈ നാടോടി സംഘത്തിൻ്റെ കൂട്ടത്തിൽ വന്ന് തമ്പടിച്ചിരുന്നത്. ഈ എല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയും അല്ലെങ്കിൽ തന്നെ കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇപ്പോൾ അവർ ഉള്ളത്. നിലവിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ ഈ 24 അംഗ സംഘവും തിരികെ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അവർ പറഞ്ഞത്. കുട്ടിയെ കിട്ടേണ്ട താമസമേ ഉള്ളൂ, ഞങ്ങൾക്ക് തിരികെ പോകണം എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ചുമതലയിലേക്ക് സംരക്ഷണ ചുമതലയിലേക്ക് അവർ വരാൻ സാധ്യതയില്ല. പോലീസിന്റെ അന്വേഷണം കഴിയുന്നത് വരെ നിൽക്കണം എന്നുള്ള ആവശ്യത്തിൽ പോലും അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ളവരെ സ്ഥിരമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. നിൽക്കേണ്ടി വന്നാൽ അവരെ എന്തായാലും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ തന്നെ ആയിരിക്കും. അല്ലാത്ത പക്ഷം മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയാൽ പോലീസ് വിട്ടുകൊടുത്താൽ അവർ അപ്പോൾ തന്നെ കേരളം വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അഞ്ജു ജയപ്രകാശിലേക്ക്. അഞ്ജു, പോലീസ് അന്വേഷണം ആരിലേക്കാണ് നീങ്ങുന്നത്? ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു, ശരി. പക്ഷേ എങ്കിൽ പോലും ഈ ബന്ധുക്കളെയൊക്കെ തന്നെയും തുടർച്ചയായി വിളിപ്പിക്കുന്നത് അത്തരം സംശയങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നതിൻ്റെ സൂചനയാണ്. നികേഷ്, പ്രധാനമായിട്ടും കുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പോലീസിന്റെ അന്വേഷണ സംഘം ഇവിടെയുണ്ട്. തൊട്ടടുത്തുള്ള വീടുകൾ, ഒപ്പം തന്നെ മറ്റ് ആളുകൾ ഒക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ് പോലീസ്. പക്ഷേ വ്യക്തമായിട്ടുള്ള സൂചനകളില്ല നികേഷ് ഈ നിമിഷവും. കാരണം കുട്ടിയുടെ അച്ഛനിൽ നിന്ന് ആരെങ്കിലും അച്ഛൻ്റെ ഫോൺ കോളുകൾ, അതുമായി ബന്ധപ്പെട്ട് ഇവർ മദ്യപിച്ചിട്ടായിരുന്നു അന്ന് കിടന്നുറങ്ങിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ആരെങ്കിലും ആണോ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നടക്കമുള്ള സംശയമുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ ഒരു സുഹൃത്തടക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സുഹൃത്തിന് ഈ കാര്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള അങ്ങനെ പല പല സംശയങ്ങൾ പോലീസിന്റെ പക്കൽ നിന്നും ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ കൂടെയുള്ള 3 പേരെ പോലീസ് നിരീക്ഷണത്തിൽ വെക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടി എങ്ങനെ എത്തി എന്നതിനുള്ള സൂചന കൃത്യമായിട്ട് പോലീസിന് ഇല്ലാത്തതിനാൽ. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് പൂർണ്ണമായും അതായത് ഇതിന്റെ ദുരൂഹത നീക്കം ചെയ്യുന്നതുവരെ കുട്ടി ഇവിടെ തന്നെ തുടരണമെന്നും ഇവിടെ നിന്ന് പോവാൻ പാടില്ല എന്നൊരു കടുത്തൊരു നിലപാടിലേക്കായിരുന്നു പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് SAT ആശുപത്രിയിൽ അതായത് കുറച്ചു ദിവസം കൂടി കുട്ടിയെ അവിടെ നിർത്തണമെന്നൊരു ആവശ്യം പോലീസ് മുന്നോട്ടേക്ക് വെക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വീട്ടുകാർ ഉൾപ്പെടെ വന്നിട്ട് ആശുപത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. കാരണം കുട്ടിയെ തിരികെ വേണം, ഞങ്ങൾക്ക് തിരികെ പോകണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ കുട്ടിയെ എടുത്ത് ആശുപത്രിയിൽ നിന്ന് അവർ പോവാതിരിക്കാനടക്കം കുട്ടി ഉണ്ടായിരുന്ന മുറിക്ക് പുറത്തായിട്ട് സുരക്ഷ അടക്കം പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതടക്കം സൂചിപ്പിക്കുമ്പോൾ, ഇതടക്കം നോക്കുമ്പോൾ ഈ കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ആരാണ് എന്നത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂചന നൽകാൻ പറ്റുമെങ്കിൽ അതുമാത്രമേ ഇനി പോലീസിന്റെ പക്കൽ തെളിവായിട്ടുള്ളൂ. കാരണം CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു. പ്രദേശത്തുള്ളതൊക്കെ അതിലൊന്നും മഞ്ഞ സ്കൂട്ടറില്ല, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊന്നുമില്ല. ഫോൺ പരിശോധിച്ചു, ഫോണിലാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലെന്നുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ പിന്നീട് എങ്ങോട്ടാണ്, ഇനി ആരിലേക്ക് അന്വേഷണം നീക്കണം എന്നൊരു പ്രശ്നം പോലീസിന് മുന്നിലുണ്ട്. അതിനാൽ തന്നെയാണ് ഇത് തൊട്ടടുത്ത് ITI കോളനി അടക്കമുണ്ട്. ഈ പ്രദേശത്ത് ചില മയക്കുമരുന്ന് സംഘങ്ങൾ അടക്കം തമ്പടിക്കുന്ന ഏരിയ ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഭിക്ഷാടന സംഘം അത്തരത്തിൽ മാഫിയാണോ? അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയം
സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ ഒന്നും സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. അതിനാൽ കുട്ടിയുടെ ശരി, അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിയാണ്. അന്വേഷണത്തിന്റെ വഴി ഏതാണ് എന്നത് സംബന്ധിച്ച് നമ്മൾ അറിയണമെന്നുമില്ല. നോക്കാം.